ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അകത്ത് ദൈവവചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ട 1-ാം നൂറ്റാണ്ടിലെ ആദിമ ഭക്തന്മാർ ആ പ്രതിസന്ധിയെ തരണം ചെയ്തത് ഒരു പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥനയിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനായിട്ട് ഓരോ പ്രിയപ്പെട്ടവരും വിളിക്കുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഭാരപ്പെടുകയും പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയൊന്ന് സഹായിക്കാനായിട്ട് കഴിയും? സ്വയമായിട്ട് പ്രാർത്ഥിച്ച് ഒന്ന് മുന്നോട്ട് കരകയറുവാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതുകൂടെ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു തിരുവചന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ വെറും വാചകങ്ങൾ മാത്രമായി തീരാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകളെ നമ്മളൊന്ന് മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അത് ഫലപ്രദമായിരിക്കും. ചില അനുഭവങ്ങൾ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. ദീർഘവർഷങ്ങൾ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്ത ഒരാളാണ്. ആരിലും ആശ്രയിക്കാതെ വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പെൺകുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ എല്ലാം വിവാഹം അത്ഭുതകരമായിട്ട് നടത്തി. ജീവിതത്തിൽ ഇതുവരെ ദൈവം അത്ഭുതകരമായി അദ്ദേഹത്തെ നടത്തി. സഹായിക്കാൻ ആരും ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ കാര്യങ്ങളെല്ലാം സാധ്യമായി തീർന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ ദിവസവും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്യം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏതാണ് ആ വാക്യമെന്നറിയാമോ? നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് വളരെ ബുദ്ധിമുട്ടിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ വാക്യം അദ്ദേഹം മനസ്സിൽ ഒരാവശ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ആ കാര്യത്തെ ദൈവം സാധിപ്പിച്ചു. അതിനുശേഷം ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളും അദ്ദേഹം പ്രാർത്ഥനയിൽ ആ വാക്യം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇത്രയും വർഷമായി ഒരു മനുഷ്യനിൽ ആശ്രയിക്കാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ദൈവ വചനത്തിൻ്റെ ശക്തിയെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഇന്നത്തെ ഈ ഒരു തിരുവചന സന്ദേശം നമുക്ക് ഏറ്റവും സഹായകരമായി തീരട്ടെ. നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങളിലൂടെ ദിവസം തോറും കടന്നു പോകുന്നവരാണ്. ഈ പറയുന്ന ഞാൻ പല പ്രശ്നങ്ങളുണ്ട്. ഈ മെസ്സേജുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമ്മൾ ഓരോ ദിവസവും നേരിടുമ്പോൾ നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് പറ്റും? നമുക്ക് ചില സമയങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആ പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഞാൻ നടന്ന ആ ഒരു ചരിത്ര സംഭവം വെറുതെ പറഞ്ഞ് ഈ ഒരു തിരുവചന സന്ദേശം അവസാനിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്ന് ചില ആത്മീക ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വലിയ പ്രതിസന്ധി അപ്പോസ്തലന്മാർക്ക് നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇനിയും നിങ്ങൾ പ്രസംഗിക്കരുത്, ഇനിയും മേലാൽ ഇത് ചെയ്യരുത്. എന്ത് ചെയ്യാനായിട്ട് പറ്റും? സഹായിക്കാനായിട്ട് ആരുമില്ല. തിരിച്ച് അവരെ ആ തടവിൽ നിന്ന് പുറത്തു വിട്ടതിന് ശേഷം അവർ തിരിച്ച് അവരുടെ കൂട്ടാളികളുടെ അരികിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം അവരോട് പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനടി അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ഒന്നിച്ച്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവർ ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. മലയാളം ബൈബിളിൽ നിലവിളിച്ചെന്നാണ്. ഈ നിലവിളിക്കുക എന്നുള്ളതിന് ചിലര് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിലവിട്ട് വിളിക്കുക എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിലവിട്ട് വിളിക്കുക. പക്ഷെ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ
ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മിക്ക ട്രാൻസ്ലേഷനുകളിലും എഴുതിയിരിക്കുന്നത് ദേ ലിഫ്റ്റഡ് അപ്പ് ദെയർ വോയിസസ് ആൻഡ് പ്രേ ടു ദ ലോർഡ് എന്നാണ്. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മെസ്സേജുകൾ പറഞ്ഞ സമയത്ത് നിങ്ങളുമായിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ വാക്കിന് ഒരധികാരമുണ്ട്, നാവിന് ഒരധികാരമുണ്ട്. അത് എന്താണ്, അതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടുന്നത് ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചോ, അവർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ്. ദേ ലിഫ്റ്റഡ് അപ്പ് ദെയർ വോയിസസ് എന്നാണ്. ക്രൈഡ് എന്നുള്ള ഒരു പദമല്ല. മലയാളം വായിക്കുമ്പോൾ നമുക്ക് ക്രൈഡ് എന്ന് തോന്നും. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുത്താലും തെറ്റല്ല. പക്ഷേ ലിഫ്റ്റഡ് അപ്പ് ദെയർ വോയിസ്, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. 1, അവരുടെ ശബ്ദത്തെ അവരുപയോഗിച്ചു. 2, ഒന്നിച്ചു പ്രാർത്ഥിച്ചു. പ്രേയ്ഡ് ഇൻ വൺ അക്കോർഡ് എന്നാണ്. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, നമ്മളുടെ വിഷയങ്ങളിൽ നമ്മളോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല. നമുക്ക് കൂടെ നിന്ന് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി, നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ വേണം കേട്ടോ. അല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ചിലരോട് ചില വിഷയങ്ങൾ പറഞ്ഞാൽ അത് നാട്ടിൽ മുഴുവനും പാട്ടായി തീരുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ, പ്രതിഫലേച്ഛയില്ലാതെ പ്രാർത്ഥിക്കുന്ന ചിലരെ കണ്ടെത്തിയാൽ അത് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ പ്രാർത്ഥനയുടെ സഹായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. നിങ്ങളിൽ പലരും മെസ്സേജുകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്, ദൈവദാസനെ പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. സത്യത്തിൽ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ചിലരൊക്കെ നമുക്ക് വേണ്ടി ഓർക്കുമ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം ഈ അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ ആ ഒരു സഭയുടെ ബലമെന്ന് പറയുന്നത് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തെ ദൗർബല്യം എന്ന് പറയുന്നത് കൂടെ പ്രാർത്ഥിക്കാൻ പല സ്ഥലങ്ങളിലും ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഇല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു ആത്മീയ ചിന്തയോടെ പറയണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടാൽ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ നമുക്ക് കാണാം, അവർക്കൊരു നിവേദനം കൊടുക്കാം, മുഖ്യമന്ത്രിയോട് സംസാരിക്കാം, ഇല്ലേ? നമുക്കൊരു പ്രതിനിധി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങ് മാറിപ്പോവുകയാണ്. പോകട്ടെ. അല്ലെങ്കിൽ ചിലർ പറയും, നമുക്ക് ഈ നാട് വിട്ട് നമുക്കൊന്ന് പോകാം, അതായിരിക്കും നല്ലത്. പക്ഷേ നിസ്സഹായരായ, അന്നത്തെ കാലത്ത് കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തിൻ്റെ മുഖം മാത്രം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ജനത, 1-ാം നൂറ്റാണ്ടിലെ ആദിമ ഭക്തന്മാർ, അവർ ചെയ്തത് എന്താ? അവർ നാട് വിട്ടു പോയില്ല. അവരവരുടെ ഗതി ഓർത്ത് അയ്യോ ഇങ്ങനായി പോയല്ലോ എന്ന് പറഞ്ഞില്ല. ചിലരൊക്കെ പറയും, ഞാൻ ഭയങ്കര കഷ്ടതയിലായിരുന്നു, ഞാൻ ഒത്തിരി കരഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പ്രാർത്ഥിച്ചോ? ദൈവസന്നിധിയിലേക്ക് ഈ ഒരു വിഷയം കൊടുക്കാനായിട്ട് കഴിഞ്ഞോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവരെന്ത് ചെയ്തു? അവർ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിച്ചു, ഒന്നിച്ച് നിലവിളിച്ചു, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവര് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകലതും ഉണ്ടാക്കിയ നാഥ എന്ന് പറഞ്ഞ് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടാണ് നമ്മുടെ പ്രാർത്ഥന കഴിക്കേണ്ടുന്നത്, ദൈവത്തോട് മാത്രം, മറ്റാരോടുമല്ല. കാരണം നമുക്ക് ദൈവത്തോട് നേരിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തോടാണ് അവർ പ്രാർത്ഥന കഴിച്ചത്. പ്രാർത്ഥന കഴിച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യം, നാഥ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഇവർ പറയുന്നത് 2-ാമത്തെ സങ്കീർത്തനമാണ്. 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളുമായിട്ട് പറഞ്ഞത്. വെറുതെ വാചകങ്ങൾ മാത്രം നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാതെ ദൈവവചനത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുക, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക.
അപ്പോസ്തലന്മാരുടെയൊക്കെ ശുശ്രൂഷകളിൽ അവരുടെ പ്രസംഗങ്ങളിൽ പോലും തിരുവചനത്തെ അല്ലെങ്കിൽ ന്യായപ്രമാണ ആ ഒരു വചനത്തെ അവര് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, വചനത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. അപ്പൊ കൃത്യമായി അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിലേക്ക് ഈ വചനത്തെ അവർ കൊണ്ടുവന്നിട്ട് അവർ ഈ കാര്യങ്ങൾ പറയുകയാണ്. പറഞ്ഞിട്ട് അവർ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ ദാസനായ ദാവീദ് മുഖാന്തരം അരുളി ചെയ്തവനെ. കണ്ടോ, ആ ഒരു ദൈവാശ്രയമാണ്, വചനത്തിലുള്ള അവരുടെ ആ ഒരു ഉറപ്പാണ്, വചനത്തെ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഈ ദൈവവചനത്തെ പ്രാർത്ഥനാ വാചകങ്ങളുമായി ചേർത്ത് എന്താ പറയുന്നത്, ഒരു സാൻഡ്വിച്ച് എന്ന് പറയുന്ന പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കുകയാണ്. അത് ഒന്നിച്ച് ചേർത്തപ്പോൾ അത് ഭയങ്കര ശക്തിയായി മാറുകയാണ്. കാരണം വചനത്തിന് അസാധാരണമായ ശക്തിയാണ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും, ആമേൻ, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും, നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാനും, പാപത്തെ ജയിക്കുവാൻ നമ്മളെ സഹായിക്കാനും ഒക്കെ ദൈവവചനത്തിൻ്റെ ശക്തി അപാരമാണ്. അപ്പം ഇത് തിരിച്ചറിഞ്ഞ ആ ഒരു കൂട്ടർ അവർ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു അവർക്ക് അറിയാവുന്നതും അത് മാത്രമേ ഉള്ളൂ. അവരിത് പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് കൃപ നൽകണമേ, പരിശുദ്ധ ദാസനായ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിനെതിരെയുള്ള തടസ്സങ്ങളെ അവിടുന്ന് നീക്കി വചനം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇല്ലേ? മറുപടി പ്രശ്നങ്ങൾ മാറാനായിട്ടാണോ അവർ പ്രാർത്ഥിക്കുന്നത്? പ്രശ്നങ്ങൾ മാറാനാണ് അവർ പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവര് എന്താ പറയുന്നത്? ഈ ഞങ്ങളെ എതിർത്ത, ഞങ്ങൾക്കെതിരെ നിന്ന ഈ എന്താ പറയുന്നത് അധികാരികളെ ദൈവമേ കൊല്ലണമെന്നോ, ദൈവമേ അവരെ നീക്കണമെന്നോ, ദൈവമേ അവനെ അവസാനിപ്പിക്കണമെന്നോ ഒന്നുമുള്ള പ്രാർത്ഥനയല്ല ഇതിൻ്റെ അകത്തുള്ളത്. പല സമയത്ത് നമ്മൾ ആ പല വ്യക്തികളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയി, ചിലർ വ്യക്തികളുടെ നാശം കാണാൻ പോലും പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു ആത്മീക വിഷയമാണിത്. ഞാൻ പറയട്ടെ, വ്യക്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെയാണ് നമ്മൾ കാണേണ്ടുന്നത്. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാം. കാരണം പത്രോസ് പോലും യേശുവിനോട് നീ ക്രൂശിക്കപ്പെടരുതെന്ന് പറയുമ്പോൾ സാത്താനെ എന്നെ വിട്ടുപോയ എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ആ ഒരു കാര്യത്തെ നേരിടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഇവർ പ്രാർത്ഥിക്കുന്നത് കൃപയ്ക്ക് വേണ്ടിയാണ്, ഇല്ലേ? നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് പറയാം, ദൈവകൃപ പ്രതിസന്ധികളിലും വലുതാണ്. അത് നമുക്ക് തരണം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തിമത്താണ് കൃപ അവിടെ പകരപ്പെട്ടാൽ. എബ്രായ ലേഖനത്തിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദൈവവചന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അത് വചനത്തിലൂടെ കർത്താവിനോട് സംസാരിച്ച ഒരു കാര്യമാണ്. ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ടൈം ഓഫ് നീഡ്, സമയത്ത് വെളിപ്പെടുന്ന ദൈവകൃപ. അപ്പം നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കൃപയ്ക്ക് കഴിയും എന്നുള്ളതാണ്. ഈ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഞാൻ പറയാം, എത്ര വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഉയർന്നു വന്നാലും കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥനയോടെ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോയാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. അമ്മ മറിയത്തോട് പോലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്,
കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് തന്നിൽ ആ ഒരു കൃപ പകരപ്പെട്ടത്? ഒന്ന്, ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുക. രണ്ട്, ആ ഒരു ജനന സമയത്ത് താൻ നേരിട്ടതായ കഷ്ടതകൾ, കിലോമീറ്ററുകളിലെ യാത്രകൾ, ആ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ വിജയകരമായി തരണം ചെയ്യുവാൻ തനിക്ക് കഴിവ് നൽകിക്കൊടുത്തത് ദൈവകൃപയാണ്. ആ ദൈവകൃപ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ കഷ്ടതകളുടെ മുമ്പിൽ വചനമുരുവിട്ട് ദൈവകൃപയെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൃപ തരണമേ. ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കർത്താവിനോട് പറഞ്ഞാട്ടെ, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ് അപ്പാ. അങ്ങയുടെ കൃപ, അവിടുത്തെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. പൗലോസിനോട് പോലും പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ ഏതാണെങ്കിലും സ്വയമായി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവിടെ സഹായത്തിനായി ദൈവകൃപ വ്യാപരിക്കുകയാണ്. അതനുഭവിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇല്ലേ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വേണമെങ്കിൽ പരിശുദ്ധാത്മാവിന് അവിടെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം എഴുതി ഒരു 2 പാരഗ്രാഫിൽ വിട്ടാൽ പോരായിരുന്നു. എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യത്തെ കൊടുത്തിരിക്കുന്നത്? വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യവും വെറുതെ പറയുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തെ വെറുമൊരു ചരിത്ര പുസ്തകമായി മാത്രം നമ്മളതിനെ കാണരുത്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയും. വലിയ ഉണർവിലേക്ക് ഇനി ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ നയിക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോയി ഈ ഭാഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കൃപയ്ക്ക് വേണ്ടി യാചിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് നൽകിക്കൊടുത്തത്. എന്ത് മനസ്സിലായി? കൃപ ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ കൃപ ചോദിച്ചപ്പോൾ കൊടുത്തത് ആത്മശക്തിയാണ്. പരിശുദ്ധാത്മാവില്ലാത്തവരല്ലായിരുന്നു അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള റിസൾട്ട് കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ നമുക്ക് ഈ ഒരു സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം. എന്താണെന്നറിയാമോ? അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തോലന്മാർ മഹാശക്തിയോടെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. റിസൾട്ട് കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഏത് ആത്മീക കാര്യത്തിന്റെ പിന്നിലും ഒരു റിസൾട്ട് ഉണ്ടാകും ഇല്ലേ? അതനുഭവിക്കുന്നവരൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. കാരണം ഇത് ദൈവം തന്നെ ചെയ്യുന്നതാകയാൽ ചില കാര്യങ്ങളിൽ എന്താ പറയുന്നത്, റിസൾട്ട് ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. ചില കാര്യങ്ങൾ റിസൾട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അങ്ങനെ പോകട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥമായ നിലവിളിച്ചുള്ള പ്രാർത്ഥന, 2 വചനമുരുവിട്ടുള്ള പ്രാർത്ഥന. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചപ്പോൾ, കൃപയ്ക്ക് വേണ്ടി അവർ അപേക്ഷിച്ചപ്പോൾ മഹാശക്തിയാണ് ദൈവം അവർക്ക് കൊടുത്തത്. മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞെന്നാണ്. ആ ഒരു മഹാശക്തി നമുക്ക് പ്രാപിക്കാം. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവവചനമൊക്കെ ഉരുവിട്ടുകൊണ്ട് കൂടുതൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം, നിലകൊള്ളാം. ദൈവം നമ്മെ സഹായിക്കും.